ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് 169 റൺസ് വിജയലക്ഷ്യം. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോർ നേടിയത്. 37 പന്തിൽ 75 റൺസ് നേടിയ അഭിഷേക് ശർമ്മയാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് ആദ്യ വിക്കറ്റ് നഷ്ടമായി. തൻസിദ് ഹസനെ ജസ്പ്രീത് ബുംറ പുറത്താക്കി. ഷിനോജ് ഷംസുദ്ദീൻ ചേർന്നു. ഷിനോജ്, എങ്ങനെ പുരോഗമിക്കുന്നു ഗെയിം? ധന്യ, ഒരു പടുകൂറ്റൻ സ്കോർ ഇന്ത്യ പടുത്തുയർത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യൻ ആരാധകർക്കുണ്ടായത്. പക്ഷേ അതുണ്ടായില്ല. ഒരു ഭേദപ്പെട്ട സ്കോറിൽ ഇന്ത്യയുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. മൂർച്ചയേറിയ ബൗളിംഗ്, ശക്തമായ ഫീൽഡിംഗ് എന്നിവ കാഴ്ചവെച്ച് നല്ലൊരു പ്രകടനമാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ബൗളിംഗ് നിര പുറത്തെടുത്തത്. ഓപ്പണർമാർ പുറത്തായ ശേഷം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ മറ്റ് പാണ്ഡ്യ ഒഴികെയുള്ള ബാക്കി ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല. ആകെ അക്സർ പട്ടേലിന് 10 റൺസാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. 5 റൺസാണ് നായകന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ 2 റൺസിന് പുറത്താകുന്ന ഒക്കെ അവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നത് സഞ്ജു സാംസൺ ഇറങ്ങേണ്ട ഓർഡറിൽ അക്സർ പട്ടേലിനെ ഇറക്കിയത് ഇന്ത്യൻ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. കാരണം പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന അക്സർ പട്ടേലാണ് നിർണായകമായ ഒരു വിക്കറ്റിൽ ഇറങ്ങുന്നത്. ആ സമയം അവിടെ ഇറങ്ങാനായി സഞ്ജു സാംസൺ കാത്തിരുന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർഡർ താഴേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒരു മികച്ച സ്കോർ പടുത്തുയർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് തുടക്കത്തിലെ മൂർച്ചയേറിയതാണ്. ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ തൻസീമിനെ പുറത്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ സ്കോർ ചെയ്യാൻ ബംഗ്ലാദേശ് ബാറ്റർമാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 20 റണ്ണിനോട് അടുക്കുകയാണ് അവരുടെ സ്കോറിംഗ്. ധന്യ. ശരി, ഷിനോജ്.